എനിക്ക് തോന്നുന്നു ഒരു വണ്ടി വിറ്റാൽ ഏകദേശം ഒരു 15 ലക്ഷം തുടങ്ങി 20 ലക്ഷം രൂപ കിട്ടും ഒരു വണ്ടി വിറ്റാൽ. അന്ന് നമുക്കൊരു ട്രക്കിൻ്റെ വില പിന്നെ എന്ന് പറഞ്ഞാൽ ട്രക്കിൻ്റെ വില നിശ്ചയിക്കുന്നത് പിന്നെ മാർജിൻ നിശ്ചയിക്കുന്നത് നമ്മളാണ്. ഇല്ല ചിലപ്പോൾ ഞാൻ എൻ്റെ ലൈഫ് ഇങ്ങോട്ട് മാറുകയില്ല. മാത്തുക്കുട്ടിനോട് എൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററി പറഞ്ഞാൽ, ഞാൻ ആദ്യം തുടങ്ങുന്നത് ഞാൻ പഠിച്ചിറങ്ങിയിട്ട് ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഓട്ടോമൊബൈലിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എത്രാമത്തെ വയസ്സിലാക്കി? എനിക്ക് തോന്നുന്നു 21-ാമത്തെ വയസ്സിലാണ്, 22-ാമത്തെ വയസ്സിലാണ്. അപ്പം ഈ 21-22 വയസ്സ് ഞാനായിട്ട് കേട്ടോ, ബ്രദേഴ്സായിട്ടും അവർ കൂടുതൽ ആ സമയത്തൊക്കെ ഞാൻ ഇറങ്ങി വരുന്ന സമയത്തും അവർ കൂടുതൽ വയനാട് റിലേറ്റഡായ ബിസിനസ് മാത്രം ചെയ്തു വന്ന ആൾക്കാരാണ്. അപ്പോൾ അത് തോട്ടവും ഫെസിലിറ്റിയും അതുപോലെ തന്നെ അവിടെ ഉണ്ടാവുന്ന കൺസ്ട്രക്ഷനും ഒക്കെ അവരെ കമ്പനി മെയിൻ PWD കൺസ്ട്രക്ഷനൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇറങ്ങിയിട്ടില്ല. ഞാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബേസ് ചെയ്യുന്നത്, ഞാൻ ഓട്ടോമൊബൈൽ ബിസിനസ്സിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓട്ടോമൊബൈൽ ബിസിനസ്സിൽ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തിട്ടുണ്ട്. AMW എന്ന് പറയുന്ന ട്രക്ക് ഉണ്ടായിരുന്നു, SR ഗ്രൂപ്പിൻ്റെ കമ്പനിയാണത്. ആ ട്രക്കിൻ്റെ ഏഷ്യൻ മോട്ടോഴ്സ് എന്ന് എൻ്റെ കമ്പനീൻ്റെ പേരായിരുന്നു. ഏഷ്യ മോട്ടോർ വർക്ക്സ് ലിമിറ്റഡ് എന്നാണ് ഈ AMWൻ്റെ കമ്പനിയുടെ പേര്. ആ കമ്പനീൻ്റെ കേരളത്തിലെ ആദ്യത്തെ ഡീലർ നമ്മളാണ്. ആദ്യത്തെ അല്ല, ഒരു ഡീലറെ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 2011 തുടങ്ങിയിട്ട് 2015 വരെ ഏഷ്യൻ മോട്ടോഴ്സ് നമ്മുടെ അതിൻ്റെ ഡീലറാണ് നമ്മൾ കേരളത്തിലെ ഏറ്റവും. അപ്പോൾ അതിൻ്റെ ഒരു വണ്ടിയുടെ വില എന്ന് പറയുന്നത് 35 ലക്ഷം തുടങ്ങിയിട്ട് 1 കോടി വരെയാണ്. അതെന്ന് പറഞ്ഞാൽ 10 വീലർ ട്രക്ക് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ AC ക്യാബിനുള്ള ട്രക്ക് അവരതാണ് AMW. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ഭാരത് ബെൻസും പിന്നെ ടാറ്റയൊക്കെ വരുന്നത് അതിന് ശേഷമാണ്. AC ട്രക്ക് ഉണ്ട്, AC ക്യാബിനുള്ള ട്രക്ക് ഉണ്ടാക്കി. അപ്പം അന്നത്തെ ഏറ്റവും കൂടുതൽ ട്രക്ക് വിറ്റ് അവാർഡ് കിട്ടിയത് നമുക്കാണ് ആ സമയത്ത്. ആ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി എൻ്റെ ഒരു ഫസ്റ്റത്തെ ബിസിനസ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാം. കേരളത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കോറികളിലും എല്ലാ ക്രഷറുകളിലും നമ്മുടെ ട്രക്കാണ് ഓടിക്കൊണ്ടിരുന്നത്. എല്ലാ കൺസ്ട്രക്ഷൻ കമ്പനികളും ഓടിക്കും. ഇപ്പോൾ കൊച്ചി മെട്രോൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് എനിക്കൊന്ന് 100 ട്രക്ക് അങ്ങാണ്ട് ആ കമ്പനി അന്ന് ഒറ്റ പർച്ചേസിൽ വാങ്ങുന്നത്. അപ്പം ഒരു 50 ലക്ഷം രൂപേൻ്റെ ട്രക്ക് 10 എണ്ണം വിറ്റാൽ എത്രയാണ്? 5 കോടിയാണ്. 100 എണ്ണം വിറ്റാൽ എത്രയാണ്? 50 കോടിയാണ്. അന്നത്തെ നമുക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റ് എന്താണെന്നറിയോ? ഇങ്ങനെ എൻ്റെ ഒരു അടിത്തറ പറയുകയാണ്. അന്ന് നമുക്കൊരു ട്രക്കിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ട്രക്കിൻ്റെ വില നിശ്ചയിക്കുന്നത് പിന്നെ മാർജിൻ നിശ്ചയിക്കുന്നത് നമ്മളാണ്. അപ്പോൾ ഞാൻ കാരണം അന്നൊരു ഏകീകൃത വിലയില്ല, ഇന്ത്യയിൽ മുഴുവൻ ഒരേ വിലയ്ക്ക് കൊടുത്തോണം എന്നൊരു നിർബന്ധമില്ല. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ബോഡി ചെയ്സ് കിട്ടിക്കഴിഞ്ഞാൽ AC ക്യാബിനുള്ള ചെയ്സാണ് നമുക്ക് കിട്ടുക. ആ ചെയ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിലുള്ള ബോഡി മാനുഫാക്ചർ ചെയ്യുന്നത് നമ്മളാണ്. ഈ ബാക്ക് ബോഡി മാനുഫാക്ചർ ചെയ്യുന്നത് നമ്മളാണ്. നമ്മൾ മാനുഫാക്ചർ ചെയ്ത് ആ ട്രക്ക് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഒരു വണ്ടി വിറ്റാൽ ഏകദേശം ഒരു 15 ലക്ഷം തുടങ്ങി 20 ലക്ഷം രൂപ കിട്ടും ഒരു വണ്ടി വിറ്റാൽ. എനിക്ക് തോന്നുന്നു ആ സമയത്ത് എനിക്ക് ഒരു മാസം ഏകദേശം 45 വണ്ടി 50 വണ്ടി നോർമൽ സെയിലിൽ വെക്കും. ഒരു ദിവസം 2 വണ്ടി, അല്ലെങ്കിൽ 22 വയസ്സിലൊക്കെ 21-22 ഒരു വണ്ടി വിറ്റാൽ എനിക്ക് തോന്നുന്നു ഒരു 1-2 വണ്ടി ഒരു ദിവസം ആവറേജ് വിൽക്കും. ബൾക്ക് പർച്ചേസ് വേറെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് എനിക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ കേരളത്തിലെ ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ തന്നെ കർണാടകയിൽ വേറെ ഡീലറില്ല, തമിഴ്നാട്ടിൽ വേറെ ഡീലറില്ല, ആന്ധ്രയിൽ വേറെ, തെലുങ്കാനയിൽ വേറെ ഡീലറില്ല. ഈ 4 ഡീലർ ഞാൻ വന്ന് 2.5 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഡീലർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ മറ്റുള്ള സ്റ്റേറ്റിൽ അത്ര വർഷം നമ്മുടെ അടുത്ത ആൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ വലിയ രീതിയിൽ ട്രക്ക്. അപ്പം എനിക്കെന്താ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്കിത് സ്റ്റോക്ക് എടുത്ത് വെക്കാൻ കഴിയില്ല, കാരണം ഇത് വലിയ എമൗണ്ടാണ്. അപ്പം ഈ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം വേറെ ഇന്ത്യയിൽ ഡിസ്ട്രിബ്യൂട്ടറും ഇല്ല, സൗത്ത് ഇന്ത്യയിൽ കാര്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ടറും ഇല്ല. അപ്പോൾ കമ്പനി എന്ത് പറഞ്ഞു പറഞ്ഞാൽ, കുറച്ച് വണ്ടി നിങ്ങൾ വാങ്ങിക്കോളൂ, ബാക്കി കമ്പനിക്ക് നേരെ കൊടുത്താൽ മതി. ഈ സെയിൽസ് കമ്പനി നേരെ ചെയ്തോളും. നേരെ ചെയ്യുമ്പോൾ എന്താ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം 100 വണ്ടീൻ്റെ ബൾക്കൊക്കെ ഓർഡറൊക്കെ വരുന്ന സമയത്ത് നമ്മൾ 50 വണ്ടീൻ്റെ ഓർഡർ വരുന്ന സമയത്ത് നേരെ കമ്പനിക്ക് കൊടുക്കും. കമ്പനിക്ക് കൊടുത്താൽ ബെനിഫിറ്റ് എന്താ? കമ്പനി ആ മാർജിൻ നമുക്ക് തരും, കമ്പനി അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആ മാർജിൻ മേടിച്ചാൽ മതി, ഇരുന്നിട്ട് അത് അറിയേണ്ട കാര്യമില്ല. കാരണം അതിനകത്ത് നമുക്ക് വേറെ കിട്ടുന്ന ഗുണം എന്ന് പറഞ്ഞാൽ, ഈ വിൽക്കുന്ന വാഹനങ്ങളുടെ എല്ലാം ബോഡി ആര് മാനുഫാക്ചർ ചെയ്യും? നമുക്ക് മാനുഫാക്ചർ ചെയ്യാം. നമുക്ക് അത് നമ്മൾ പ്രധാനപ്പെട്ട ബോഡി ബിൽഡേഴ്സൊക്കെ ആയിട്ട് നമ്മൾ നല്ല ഡീലിംഗ് ആണ്. അപ്പോൾ ഇവർക്ക് ഈ 50 വണ്ടീൻ്റെ ബോഡി കൊടുക്കാം, മറ്റേ കമ്പനിക്ക് 20 വണ്ടി ബോഡി മാനുഫാക്ചർ ചെയ്യാൻ കൊടുക്കാം, അടുത്ത കമ്പനിക്ക് 20 മാനുഫാക്ചർ ചെയ്ത് കൊടുക്കാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടിയിട്ട് നമുക്ക് വലിയൊരു മാർജിൻ വലിയ രീതിയിൽ നമുക്ക് ഗുണം ചെയ്തു എന്നുള്ളതാണ് ആ സമയത്ത്. പിന്നെ എന്ത് ചെയ്യുന്നത്, 2016 ആയി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഈ കമ്പനി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടു.
ഏത് ഞാനല്ല, ഉം. ഏഷ്യൻ മോട്ടോഴ്സ് അല്ല, ഉം. AMW എന്ന് പറഞ്ഞാൽ ഏഷ്യ മോട്ടോർ വർക്ക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി SR ഗ്രൂപ്പിൻ്റെ ആയിരുന്നു. Okay. SR ഗ്രൂപ്പിൻ്റെ പെങ്ങളുടെ മകൻ്റെ എങ്ങാണ്ടാണ് ആ കമ്പനി. അപ്പോൾ അനിരുദ്ധ് ബുവാൽക്ക എന്നാണ് അതിൻ്റെ ഓണറുടെ പേര്. ഉം. ആ കമ്പനി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. ഉം. ആ കമ്പനി എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, ആ കമ്പനി എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, അന്ന് ഗുജറാത്തിലായിരുന്നു ഇവരുടെ ഫാക്ടറി. എനിക്ക് തോന്നുന്നു അന്ന് ഭുജ് ഭൂകമ്പമൊക്കെ ഉണ്ടായതിന് ശേഷം ആദ്യമായിട്ട് ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഇവരതായിരുന്നു. AMW ട്രക്കിൻ്റെ വലിയ ഫെസിലിറ്റിയാണ്. ഉം. അപ്പം അവരുമായിട്ട് ഞാൻ അതിൻ്റെ ഓണറുമായിട്ട് ഞാൻ നല്ല ബന്ധമാണ്. ഉം. നല്ല ബന്ധം എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ ഒരേ ഡീലറേ ഉള്ളൂ, ഞങ്ങൾക്ക് ഡെയിലി സംസാരിക്കാവുന്ന രീതിയിൽ ഒരു വലിയ ബന്ധം ഞാൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാനുമായിട്ട് അയാൾ നല്ല ബന്ധമാണ്. എനിക്കപ്പോൾ അതിൻ്റെ കിട്ടിയ ഗുണം എന്ന് പറയുന്നത്, ഈ കമ്പനി വലിയ രീതിയിൽ മാർജിൻ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ലോകം അവർ നമ്മളെ കാണിച്ചു തന്നു. കാരണം നമ്മൾ പുറം ലോകത്തേക്ക് തുറന്നു വിട്ടതെന്ന് പറയുന്നത് വേണമെങ്കിൽ പറയാം ഈ AMW ട്രക്കാന്ന് പറയാം. പക്ഷേ ഇതെന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഈ AC മാനുഫാക്ചർ ചെയ്യേണ്ട ക്യാബിൻ വരുന്നത് ചൈനയിൽ നിന്നായിരുന്നു അന്ന്. ക്യാബിൻ മാനുഫാക്ചർ ചെയ്തത് ചൈനയിൽ നിന്നാണ്. ചൈനയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്തിട്ട് ഇന്ത്യയിൽ ബോഡി ബാലൻസ് എല്ലാം, ചെയ്സ് ഇഞ്ചിൻ എല്ലാം ഇവിടെ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ സെല്ല് ചെയ്തിട്ട് ഒരു സമയത്ത് AMW ഒരു ഓവർ കോൺഫിഡൻസ് വന്നു. ഈ ഓവർ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നല്ല സെയിലാണ്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നല്ല ഇഞ്ചൻ അവർക്ക് മിലിറ്ററിക്ക് വരെ വണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അവർ. നല്ല ഇഞ്ചൻ ഇന്ത്യൻ മാനുഫാക്ചർ നല്ല വണ്ടി ടാറ്റയ്ക്ക് ലൈലൻഡിന് വരെ പിടിക്കുന്നതിനേക്കാളും കൂടുതൽ സെയിൽസിലേക്ക് ഈ കമ്പനി കടന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഇവർ ഈ ചൈനയിലെ ക്യാബിൻ മാനുഫാക്ചറിങ് നിർത്തിയിട്ട് അവർ പറഞ്ഞു, ആഫ്റ്റർ 1 ഇയർ കഴിഞ്ഞാൽ ഞങ്ങൾ ചൈനയിൽ ക്യാബിൻ മാനുഫാക്ചർ ചെയ്യുന്നില്ല, ഞങ്ങൾ എന്ത് ചെയ്യാണ്, ഇന്ത്യയിൽ മാനുഫാക്ചറിങ് തുടങ്ങുകയാണ്, ഓൺ മാനുഫാക്ചറിങ് തുടങ്ങുകയെന്ന് പറഞ്ഞിട്ട് ചൈനയിലെ പ്രൊഡക്ഷൻ അവർ നിർത്തി. ഇന്ത്യയിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇവർ വല്ല ഫെസിലിറ്റിയും തുടങ്ങി. അവസാനം എന്തോ സംഭവിച്ചിട്ട് ഇന്ത്യയിലെ മാനുഫാക്ചറിങ് നടന്നില്ല, ഈ ക്യാബിൻ്റെ മാനുഫാക്ചറിങ് നടന്നില്ല. അതോടുകൂടി എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, ക്യാബിൻ ഇല്ലാതെ വണ്ടി വരാൻ തുടങ്ങി ഇങ്ങോട്ട്. ചൈനയിൽ ഇങ്ങോട്ട് പ്രൊഡക്ഷൻ വരുന്നില്ല, ചൈനയിൽ നിന്ന് ക്യാബിൻ വരുന്നില്ല. അപ്പം ക്യാബിൻ ഒഴിവാക്കിയിട്ട് ചെയ്സ് മാത്രം വരാൻ തുടങ്ങി. ഒരു 2015 ആയി കഴിഞ്ഞപ്പോൾ ചെയ്സ് മാത്രം. ഈ 2015 ചെയ്സ് വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയോ, ചെയ്സ് വെച്ച് നോക്കുമ്പം ടാറ്റയ്ക്കും ലൈലൻഡിൻ്റെയും ഒക്കെയാണ് നല്ല ചെയ്സ്. കാരണം ക്യാബിനാണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു സെല്ലിംഗ് പോയിന്റ്. AC ക്യാബിനുള്ള വണ്ടികൾ USP അതാണ്. അതോടുകൂടി പിന്നെ എന്ത് സംഭവിച്ചാൽ, ഇതിലേക്ക് ആര് കടന്നു കയറി എന്ന് പറഞ്ഞാൽ ഭാരത് ബെൻസ് കടന്നു കയറി. ഭാരത് ബെൻസിന്റെ ലോഞ്ച് വരുന്നത് 2015 കാണിച്ചില്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവരിവിടെ ഇന്ത്യ എന്താ പറയുക ഇതിലായിരിക്കില്ല. ചിലപ്പോൾ ഞാൻ എൻ്റെ ലൈഫ് ഇങ്ങോട്ട് മാറുകയില്ല. ഞാൻ എന്താ പറയുക, ആ കമ്പനി എന്തെന്ന് പറഞ്ഞാൽ ആ മാനുഫാക്ചറിങ് ഫെസിലിറ്റി പിന്നെ ഈ ക്യാബിൻ മാനുഫാക്ചർ ചെയ്യാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, ആ സ്ഥലത്തേക്ക് ഭാരത് ബെൻസ് കയറി. ക്യാബിൻ അവരെ AC ക്യാബിനായിരുന്നു. പിന്നെ ഒരു വർഷം കൊണ്ട് കമ്പനി ഷട്ട് ഡൗൺ ആയി.